ഇനി 3 പേരെ കണ്ടു കിട്ടാനുണ്ട്, അർജുൻ ഉൾപ്പെടെ. ആ 3 പേർക്കാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ തുടരും, രക്ഷാദൗത്യം തുടരും, കാണുന്നവരെ തുടരും എന്നാണ് ഇപ്പം. അതുകൊണ്ട് അദ്ദേഹം ഡിസ്ട്രിക്ട് ഓഫീസേഴ്സിൻ്റെ മീറ്റിംഗ് അവിടെ വിളിച്ചിരിക്കുകയാണ് കാർവാറിൽ. അദ്ദേഹം അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നേരെ കാർവാർ പോയിരിക്കുകയാണ്, മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. അവർ കൊടുക്കാവുന്ന നിർദ്ദേശം ഇതാണ്: 3 പേരും കണ്ടെത്തുന്നവരെ ഈ രക്ഷാദൗത്യം തുടരണം എന്നുള്ളതാണ്. അതെ, അതെ, രണ്ടുപേരുടെ ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് CM പറഞ്ഞപ്പോൾ. ഏതേ ഇല്ലയെന്ന് പറയുന്നു ഇപ്പം പറഞ്ഞു ഇപ്പം 90% പൂർത്തിയായിന്നാണ് പറഞ്ഞു. 10% ബാക്കിയുള്ള സാധ്യത. ഈ മിക്കവാറും പുഴയിലാകാനാണ് സാധ്യത കൂടുതൽ. നേരത്തെ നിങ്ങളെല്ലാം സൂചിപ്പിച്ച പോലെ ഒരു ഡെഡ് ബോഡി 40 കിലോമീറ്റർ ദൂരെ കിട്ടി, ഒരു വണ്ടി 7 കിലോമീറ്റർ ദൂരെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയാണ് ഇനി അവർ പഠിക്കുന്നത്. അതുകൊണ്ട് നേവലിനോടും ആർമിയോടും അത് വളരെ പുഴയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. നിരാശ, അതെ അതെ. നമ്മളെല്ലാം കരുതിയത് ഇതിൻ്റെ ഈ പറയുന്ന കരയിൽ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ അങ്ങനെയാണ് ഇപ്പോഴത്തെ കിട്ടുന്ന വിവരങ്ങൾ. അതാണ് ഇപ്പം പറഞ്ഞ ഈ 3 പേർ. അതിന് ഇവിടുത്തെ MLA ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, സതീഷ് കൃഷ്ണ സായി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അല്ല, ഏതായാലും ഇനി പുഴയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നേരത്തെ കിട്ടിയ സൂചന. പക്ഷെ അതത്ര എളുപ്പമല്ല. ഡ്രെഡ്ജിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ കരയിലുള്ള കാര്യത്തിൽ ഇനി 90% സെർച്ചിങ് കഴിഞ്ഞിരിക്കുന്നു. 10% മാത്രമേ ബാക്കിയുള്ള കുറവാണെന്നാണ് അവർ സൂചിപ്പിച്ചപ്പോൾ. അടിഞ്ഞുകൂടിയിട്ടുണ്ട്, അതും പറഞ്ഞു. ഏതായാലും ഇനി ഫോക്കസ് ചെയ്യുന്നത് പുഴയിലേക്കാണ് ഈ സെർച്ചിങ് പ്രത്യേകിച്ച്. പിന്നെ ഒരു കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടത്, പിന്നെ ഇപ്പം 5 ലക്ഷമാണ് കർണാടക ഗവൺമെൻറ് കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചത്. ഒരു പ്രത്യേക പരിഗണന വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അർജുൻ്റെ ഫാമിലിക്ക്. അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതിന് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് കൂടാതെ അദ്ദേഹം പറഞ്ഞത്, ഏതായാലും അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടിപ്പോൾ പോയത്. പക്ഷേ പ്രതീക്ഷ കരയിലില്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പം അവർ തരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, പിന്നെ കരയിൽ നേരത്തെ 90% സെർച്ചിങ് പൂർത്തിയായി കഴിഞ്ഞു. പക്ഷെ അവിടെ ഒന്നും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ അറിയിച്ച കാര്യങ്ങൾ. ഇല്ല. ഞങ്ങളൊക്കെ അവിടെ പോയി, ആ സ്പോട്ടിൽ ഞങ്ങൾ പോയി, CMയോടൊപ്പം അവിടെ പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ഞങ്ങൾ പറഞ്ഞ പോലെയാണ്, ലോറി മൂടാനുള്ള മണ്ണ് ഇനി അവിടെ ഇല്ല. നേരത്തെ ഈ ടാങ്കർ കണ്ടെത്തിയത് ഒരു 7 കിലോമീറ്റർക്ക് അപ്പുറമാണ്. അപ്പോൾ അത്തരം സാധ്യതകൾ കൂടി ഇനിയിപ്പോൾ അന്വേഷിക്കും. അത് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. ഇനി പുഴ കൂടുതൽ ഇനി ഫോക്കസ് ചെയ്യുന്ന പുഴയിലേക്കായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുഷ്കരമാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഈ രക്ഷാദൗത്യം തുടരണം. ഇപ്പം ഞാനത് പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ CM പറഞ്ഞാൽ ഡെഫിനറ്റ്ലി വി വിൽ ബി കണ്ടിന്യൂയിങ് ദിസ് റെസ്ക്യൂ ഓപ്പറേഷൻ. തുടർന്നും MP യുടെ ഒരു സർവൈലൻസ് ഉണ്ടാവുമല്ലോ അല്ലേ, കോർഡിനേഷൻ ഉണ്ടാവും. ഞാൻ ഇവിടെ ഉണ്ട്, ഇന്നുണ്ട്, ഇവിടെ ഉണ്ട്, നാളെയും ഉണ്ടാവും. നാളെയും ഉണ്ടാവും. നാളെയും ഉണ്ട്.